ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റിൽ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത് സജിൻ ഗോപു, അനശ്വര രാജൻ, ജിസ്മ വിമൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്ന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് പൈങ്കിളി. സിനിമ കണ്ടു വന്നതേ ഉള്ളൂ. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ സ്റ്റോറി വൈസ് ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ കുറെ നാളുകൾക്ക് ശേഷമാണ് ചിരിച്ച് 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 ചത്തെന്ന് പറയത്തില്ല, അതായത് ത്രൂ ഔട്ട് കോമഡി എന്ന് പറയത്തില്ലേ, പടം തുടങ്ങി ആദ്യത്തെ സെക്കൻഡ് മുതൽ പടം തീരുന്നത് വരെ, സിനിമ തീരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോമഡി കഴിയുമ്പോൾ അടുത്ത കോമഡി, അത് കഴിയുമ്പോൾ അടുത്ത കോമഡി. എന്നാൽ ചളിയായിട്ടൊന്നും അല്ല, പക്ഷെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കിഡിലം കോമഡി എന്ന് പറഞ്ഞാൽ ചിരിച്ച് 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 ചത്ത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിഡിലം പടം എന്ന് പറഞ്ഞാൽ കിഡിലം പടം. കുറേ കൗണ്ടേഴ്സ് ഉണ്ട്, കുറേ കൗണ്ടറുകളുണ്ട്, പക്ഷെ അതൊന്നും റിവീൽ ചെയ്യുന്നില്ല. ഫ്രഷ് ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണുക, അതുപോലെ ചിരിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് രോമാഞ്ചത്തിനും ആവേശത്തിനും ശേഷം ഇതുപോലെ ചിരിച്ച ഒരു സിനിമ എന്ന് പറയാനായിട്ട് വേറെ ഇല്ല. അതുപോലെ ചിരിച്ച സിനിമ. ഇന്ന് 3 സിനിമകളാണ് തിയേറ്ററുകളിൽ റിലീസായത്: പൈങ്കിളി, ബ്രോമൻസ്, ദാവീദ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ സിനിമ തന്നെ, പൈങ്കിളി തന്നെ ആദ്യം കാണാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ 3 റീസൺ ഉണ്ട്. പക്ഷെ അതിൽ ഒന്നാമത്തെ റീസൺ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ജിത്തു മാധവൻ. ആ ഒറ്റ പേരാണ്. പുള്ളി ചെയ്ത 2 സിനിമ, രോമാഞ്ചം, ആവേശം, ആ സ്ക്രിപ്റ്റ് അതുപോലെ ചിരിപ്പിച്ച്, അതായത് പുള്ളിയുടെ ഹ്യൂമർ സെൻസ് എന്താണെന്ന് ഈ 2 സിനിമയിലൂടെ കൃത്യമായിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റ് ആണ് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് ആദ്യം കയറിയത്. അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ചിരി എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ചിരിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പെർഫോമൻസുകളാണ്. പെർഫോമൻസുകളുടെ അഴിഞ്ഞാട്ടമാണ്, എസ്പെഷ്യലി സജിൻ ഗോപു. എനിക്ക് തോന്നുന്നത് മോഹൻലാൽ, ജയറാം, ദിലീപ്, ഈ 3 പേരാണെന്ന് തോന്നുന്നത് മലയാള സിനിമയിൽ, അതായത് ത്രൂ ഔട്ട് കോമഡി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്ന നായക നടന്മാർ. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ചന്ദ്രലേഖ എന്ന സിനിമയിൽ ഒരു 1 മാൻ ഷോ, അതായത് കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ കുറേ 1 മാൻ ഷോ ഉണ്ട് ആ ഒരു സിനിമയിൽ. അതുപോലെ തന്നെ ഇത് ശരിക്കും ഒരു എന്താ പറയണ്ടേ, ഈ സിനിമയിലും ഒരുപാട് പെർഫോമൻസുകൾ, മികച്ച പെർഫോമൻസുകൾ മറ്റ് നടീനടന്മാർ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും സജിൻ ഗോപു, അതായത് അമ്പാന്റെ ഒരു അഴിഞ്ഞാട്ടം, ഒരു 1 മാൻ ഷോയാണ്. എൻ്റെ പൊന്നു, എന്തൊരു ആക്ടിങ് ആണ്. എസ്പെഷ്യലി ഞാൻ ഒരു സീൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കരയുന്ന സീനുണ്ട്, ഒരു ഫ്ലൈ ഓവറിന്റെ മുകളിൽ ഇരുന്ന് ഒരു കരയുന്ന ഒരു സീനുണ്ട്. ഒരുപാട് കൈയടിച്ച സീനുകളുണ്ട്, ഒരുപാട് പെർഫോമൻസ് പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ എന്താ പറയണ്ടേ, പോയി കാണുന്നതിൻ്റെ ആ രസം പോകും. അതുകൊണ്ട് തന്നെ പെർഫോമൻസുകൾ ഒന്നും റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കരച്ചിൽ സീനുണ്ട്, ആ സീനിൽ ചിരിച്ച് 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 ചാകും നമ്മൾ. ഞാൻ എന്തുകൊണ്ടാണ് ഒരു കരയുന്ന സീനിൽ നമ്മൾ ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിയേറ്ററിൽ പോയി കാണുക. കിഡിലോ എന്ന് പറഞ്ഞ പെർഫോമൻസുകൾ സജിൻ ഗോപു കഴിഞ്ഞാൽ പിന്നെ ചെയ്തേക്കുന്നത് ജിസ്മ വിമൽ കിഡിലമാണ്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചന്തു സലിംകുമാറിന്റെ മകൻ കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഷാനവാസ് കിഡിലുമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജിസ്മയൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട് കിഡിലുമായിട്ട് തന്നെ. എല്ലാവരും ഒരുപാട് കോമഡി എന്ന് പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് പെർഫോമൻസുകളാണ് മെയിൻ. എല്ലാവരും നല്ല കിഡിലുമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവരെ കൂടാതെ കുറെ ക്യാരക്ടേഴ്സ്, കുറെ അഭിനേതാക്കളുണ്ട്. അബു സലീം ഉണ്ട്, റിയാസ് ഖാൻ ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള അല്ലൂപ്പൻ എന്ന് പറഞ്ഞ പയ്യൻ, പിന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ വേറൊരു നടനുണ്ട്. പുള്ളിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അത്യാവശ്യം പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അളിയനായിട്ട് വരുന്നത്. പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയൊക്കെ കുറച്ച് നേരമേ ഉള്ളൂ, കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ ഒരു പെർഫോമൻസുകളിൽ, ഇത്രയും മികച്ച പെർഫോമൻസുകൾ നിൽക്കുമ്പോഴും എനിക്ക് കുറച്ചെങ്കിലും ഒരു ബോറായിട്ട് ചില സ്ഥലത്ത് കല്ലുകടി തോന്നിയേക്കുന്നത് അനശ്വരയുടെ ക്യാരക്ടർ കുറച്ച് ഓവറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ എങ്കിൽ പോലും ചില സീനിലൊക്കെ എനിക്ക് ബോറായിട്ട് തോന്നി. ആ ഒരു കുറവ് മാത്രമേ എനിക്ക് സിനിമയിൽ തോന്നിയിട്ടുള്ളൂ. ഒരുപാട് സ്റ്റോറിയോ ഭയങ്കര അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നും ഈ സിനിമയ്ക്ക് പോകരുത്. ത്രൂ ഔട്ട് ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ച് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു, ഞാൻ മറ്റ് സിനിമകളൊന്നും കണ്ടില്ല, ഇനി സിനിമകൾ കാണണം. പക്ഷെ ഈ ഒരു സിനിമ കണ്ടിട്ട് ഇപ്പോഴും, അതായത് ഒരു കോമഡി കഴിഞ്ഞ്
തീരുന്നതിന് മുൻപ് അടുത്ത കോമഡി വരുവാണ്, അത് തീരുന്നതിന് മുന്നേ അടുത്ത കോമഡി, അങ്ങനെ പിന്നെ എനിക്ക് സിനിമ കുറച്ചെങ്കിലും അതായത് ഒരു ഫസ്റ്റ് ഹാഫ് തുടങ്ങിയ ഒരു ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ ഭയങ്കരമായിട്ട് ചിരിയും ഭയങ്കര എൻഗേജിങ് ആണ്. പക്ഷെ ഇന്റർവെൽ എത്തുന്നതിന് മുൻപ് ഒരു 10-20 മിനിറ്റ് കുറച്ച് സിനിമ ഡൗൺ ആയത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ വീണ്ടും സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങി ആദ്യ സെക്കൻഡ് മുതൽ പടം തീരുന്നത് വരെ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കോമഡി ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക്, ഏറ്റവും എടുത്തു തോന്നിയത് സിനിമയിലെ മ്യൂസിക്കും BGM ഒരു രക്ഷയില്ലായിരുന്നു. അതായത് സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മ്യൂസിക്കും BGM ആണ് കൊടുത്തേക്കുന്നത്. അത് അടിപൊളിയായിട്ട് തോന്നി. സിനിമാറ്റോഗ്രാഫിയും മികച്ചു നിന്ന്, എഡിറ്റിങ്ങും നന്നായിരുന്നു. മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കിരൺ ദാസ് ആണ്. സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് അർജുൻ സേതു ആണ്. പിന്നെ ഈ സിനിമയുടെ അതായത് ഫഹദ് ഫാസിലാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അതായത് ഒന്നുമില്ലാതെ പുള്ളി ഒരു സിനിമയെ കൊണ്ട് കൈ കൊടുക്കത്തില്ല. പക്ഷെ ആ ഒരു ക്വാളിറ്റിയും സിനിമയിലുണ്ടായിരുന്നു. ഹെവി എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. ശരിക്കും കുറേ നാൾക്ക് ശേഷം എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ സിനിമ എക്സ്പെക്ടേഷന് മുകളിൽ എനിക്ക് കിട്ടി ഗൈസ്. അപ്പോൾ സിനിമ കണ്ടവരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, കാണാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ പോയി കാണുക. എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് കണ്ടു. ചിരിച്ച് ചാകും. അമ്മാതിരി ഹെവി കോമഡിയാണ്.